ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് പഠിക്കേണ്ട പോർഷൻ കിർച്ച്ഹോഫ്സ് ലോസ്. കിർച്ച്ഹോഫ്സ് ലോസിൽ രണ്ട് ലോസ് ആണുള്ളത്. ഫസ്റ്റ് ലോ ജംഗ്ഷൻ റൂൾ, സെക്കൻഡ് ലോ ലൂപ്പ് റൂൾ. ഇങ്ങനെ രണ്ട് ലോസ് ആണ് ഈ കിർച്ച്ഹോഫ്സ് ലോസിൽ ഉള്ളത്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ജംഗ്ഷൻ റൂളാണ്. ഫസ്റ്റ് ലോ ജംഗ്ഷൻ റൂൾ. ഇതൊരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ജംഗ്ഷൻ ആണെന്ന് വെക്കുക. ഈ ജംഗ്ഷനിലേക്ക് രണ്ട് കറണ്ട് വന്നു. ദെൻ I1 ആൻഡ് I2 രണ്ട് കറണ്ട് ഈ ജംഗ്ഷനിലേക്ക് വന്നു. ഇനി ഈ ജംഗ്ഷനിൽ നിന്നും 3 വയറുകൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ജംഗ്ഷനിൽ നിന്നും പോയ കറണ്ടാണ് I3, I4 ആൻഡ് I5. ഈ ജംഗ്ഷനിലേക്ക് വന്ന കറണ്ട് I1 I2 ആണ് ജംഗ്ഷനിലേക്ക് വന്നത്. എന്നാൽ ജംഗ്ഷൻ വിട്ടുപോയത് I3, I4, I5. അങ്ങനെയാണെങ്കിൽ ഈ ജംഗ്ഷനിലേക്ക് വന്ന കറണ്ടാണ് ജംഗ്ഷൻ വിട്ടുപോയത്. അപ്പോൾ നമുക്ക് ജംഗ്ഷനിലേക്ക് വന്ന കറണ്ട് I1 പ്ലസ് I2, ഇതാണ് ജംഗ്ഷനിലേക്ക് വന്ന ടോട്ടൽ കറണ്ട്. അങ്ങനെയാണെങ്കിൽ ജംഗ്ഷൻ വിട്ടുപോയ കറണ്ടാണ് I3 പ്ലസ് I4 പ്ലസ് I5. അങ്ങനെയാണെങ്കിൽ ജംഗ്ഷനിലേക്ക് വന്ന കറണ്ടും ജംഗ്ഷൻ വിട്ടുപോയ കറണ്ടും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ രണ്ട് പൈപ്പിലൂടെ വന്ന വാട്ടർ ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു. ഈ ജംഗ്ഷനിൽ നിന്നും ഈ വാട്ടറിന് പോകാൻ 3 പൈപ്പുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പൈപ്പുകളിൽ കൂടെ വന്ന വാട്ടറാണ് ഇപ്പോൾ ഈ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ രണ്ട് വയറിൽ കൂടെ വന്ന കറണ്ടാണ് ഇപ്പോൾ 3 വയറിലൂടെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ജംഗ്ഷനിലേക്ക് വന്ന കറണ്ടും ജംഗ്ഷൻ വിട്ടുപോയ കറണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ജംഗ്ഷൻ റൂൾ എന്താണെന്ന് നോക്കാം. അറ്റ് എനി ജംഗ്ഷൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്, ടോട്ടൽ കറണ്ട് എൻറ്ററിങ് ദി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദി ജംഗ്ഷൻ. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ഏതൊരു ജംഗ്ഷനിലും ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും ജംഗ്ഷൻ വിട്ടുപോകുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കും. ജംഗ്ഷനിൽ കറണ്ട് ഇല്ല. ജംഗ്ഷനിലേക്ക് വന്ന കറണ്ട് മുഴുവൻ ജംഗ്ഷൻ വിട്ടുപോകുന്നു. അതായത് ഈ വയറിലൂടെ ഈ രണ്ട് വയറിലൂടെ വന്ന കറണ്ടും ഈ 3 വയറിലൂടെ പോയ കറണ്ടും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ജംഗ്ഷൻ റൂൾ. നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെഴുതാം. ദെൻ I1 പ്ലസ് I2 പ്ലസ് ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ മൈനസ് I3 പ്ലസ് ദെൻ മൈനസ് I4 പ്ലസ് minus I5, then that is equal to 0. That means here algebraic sum of these current is equal to 0. Junction rule ഇങ്ങനെയും സ്റ്റേറ്റ് ചെയ്യാം. Algebraic sum of the total current meeting at any junction in a closed circuit is 0. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലെ ഏതൊരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിൻ്റെ ആൽജിബ്രൈക് സം 0 ആയിരിക്കും. അതായത് ഈ ജംഗ്ഷനിൽ കറണ്ട് ഇല്ല. ജംഗ്ഷനിൽ വന്ന കറണ്ടും ജംഗ്ഷൻ വിട്ടുപോയ കറണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് നമുക്കിതിനെ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ഇതിൻ ആൽജിബ്രൈക് സം നമുക്ക് സിഗ്മ I ടോട്ടൽ കറണ്ട് മീറ്റിംഗ് അറ്റ് ദി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. അതിലെ ഒരു ജംഗ്ഷനാണിത്. ഈ ജംഗ്ഷനിലേക്ക് വന്ന കറണ്ട് 5 ആംപിയർ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വയറിലൂടെ 4 ആംപിയർ കറണ്ടും ഈ വയറിലൂടെ 1 ആംപിയർ കറണ്ടും ഫ്ലോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ജംഗ്ഷനിലേക്ക് വന്നത് ടോട്ടൽ 5 ആംപിയർ, ജംഗ്ഷൻ വിട്ടുപോയതും ടോട്ടൽ 5 ആംപിയർ. ദാറ്റ് ഈസ് നോൺ ആസ് ജംഗ്ഷൻ റൂൾ. ദെൻ ദിസ് 5 ഈസ് ഈക്വൽ ടു 4 പ്ലസ് 1. ദാറ്റ് ഈസ് നോൺ ആസ് ജംഗ്ഷൻ റൂൾ. അടുത്തതായി കിർച്ചോഫ് സെക്കൻഡ് റൂൾ എന്താണെന്ന് നോക്കാം. കിർച്ചോഫ് സെക്കൻഡ് റൂൾ ലൂപ്പ് റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ലൂപ്പ് റൂൾ. ഞാനിവിടെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് I ഫ്ലോ ചെയ്യുന്നു. 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, 2 സെല്ലുകളുണ്ട്. ഒരു സെല്ലിൻ്റെ EMF E1, ദെൻ ദി EMF ഓഫ് ദി അതർ സെൽ ദാറ്റ് ഈസ് E2. കിർച്ചോഫ് സെക്കൻഡ് റൂൾ പറയുന്നത്
അല്ലെങ്കിൽ ലൂപ്പ് റൂൾ പറയുന്നത് ഇൻ എനി ക്ലോസ്ഡ് മെഷ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ദി ആൽജിബ്രിക് സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് വേരിയസ് ബ്രാഞ്ചസ് ഓഫ് ദി മെഷ് ഈസ് ഈക്വൽ ടു ദി ആൽജിബ്രിക് സം ഓഫ് ദി EMF ഓഫ് ദാറ്റ് മെഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ക്ലോസ്ഡ് മെഷ് നമ്മൾ എടുക്കുക. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്, ഒരു ലൂപ്പാണ്, ക്ലോസ്ഡ് ലൂപ്പാണ്. ഇതിൻ്റെ വേരിയസ് ബ്രാഞ്ചസ്, ഇനി ഒത്തിരി ബ്രാഞ്ചസ് ഇല്ല, ഈ ഡയഗ്രത്തിൽ ഒരു ബ്രാഞ്ചേ ഉള്ളൂ. ഈ വേരിയസ് ബ്രാഞ്ചസിലുള്ള കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുത്തിട്ട് ആഡ് ചെയ്താൽ ആ ലൂപ്പിലെ ടോട്ടൽ EMF കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ റൂൾ. നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. അതായത് ഈ സർക്യൂട്ടിലെ കറണ്ട് I ആണ്. രണ്ടും സീരീസ് ആയതുകൊണ്ട് സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ദെൻ കറണ്ട് I ഇൻറ്റു ഈ റെസിസ്റ്റൻസ് R1, ദെൻ IR1 പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്, പ്ലസ് അടുത്ത റെസിസ്റ്റൻസ് R2, അതിലൂടെ ഇതേ കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. ദെൻ I ഇൻറ്റു R2 ഈസ് ഈക്വൽ ടു, ഇനിയും വേറെ റെസിസ്റ്റേഴ്സ് ഒന്നുമില്ല. പിന്നെ EMF ഉണ്ട്, 2 സെല്ലുകളുണ്ട്, അതുകൊണ്ട് 2 സെല്ലുള്ളതുകൊണ്ട് സം E1 പ്ലസ് E2. ഇപ്പോൾ ഇത് 2 വോൾട്ടും ഇത് 3 വോൾട്ടും ആണെങ്കിൽ 2 + 3 5 വോൾട്ട്. ഇതിപ്പോൾ സീരീസ് ആയിട്ടാണ് ഈ സെല്ലുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സെല്ലിൻ്റെ നെഗറ്റീവ് ഈ സെല്ലിൻ്റെ പോസിറ്റീവിലേക്കാണ്. നമ്മൾ സാധാരണ ടോർച്ചിലൊക്കെ സെല്ലിടുന്ന പോലെ തന്നെ ഇത് തിരിച്ചാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ E1 - E2 എന്ന് കൺസിഡർ ചെയ്യണം. ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്തെങ്കിൽ നെഗറ്റീവ് തമ്മിൽ ഒരുമിച്ചോ അല്ലെങ്കിൽ പോസിറ്റീവ് ഒരുമിച്ചോ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ E1 - E2 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇവിടെ കറക്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് ഓർഡറിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടോട്ടൽ EMF E1 + E2. ഇതാണ് ക്രിച്ചോസ് സെക്കൻഡ് റൂൾ. അപ്പം ക്രിച്ചോസ് സെക്കൻഡ് റൂൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇൻ എനി ക്ലോസ്ഡ് മെഷ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ദി ആൽജിബ്രിക് സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദി വേരിയസ് ബ്രാഞ്ചസ് ഓഫ് ദി മെഷ് ഈസ് ഈക്വൽ ടു ദി ആൽജിബ്രിക് സം ഓഫ് ദി EMF ഓഫ് ദാറ്റ് മെഷ്. ഒരു ക്ലോസ്ഡ് മെഷിലെ പല ബ്രാഞ്ചുകളിലെ റെസിസ്റ്റൻസിൻ്റെയും കറണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ആ ലൂപ്പിലെ EMFൻ്റെ സമ്മിന്, ആൽജിബ്രിക് സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇത് ശരിക്കും ഓംസ് ലോ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ലോ ആണ്. കാരണം ഓംസ് ലോയിൽ നമ്മൾ പറയുന്ന പോലെയാണ് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കൂടെ ആഡ് ചെയ്താൽ ഇവിടുത്തെ വോൾട്ടേജ് കിട്ടും എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളിവിടെയും കൺസിഡർ ചെയ്തിരിക്കുന്ന. ഈ സീരീസ് കോമ്പിനേഷൻ ഒക്കെ കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഓംസ് ലോ നമ്മളൊന്ന് ഇതിനകത്തിൽ മോഡിഫൈ ചെയ്തെടുത്തിരിക്കുകയാണ്. കാരണം ഒരു സിമ്പിൾ സർക്യൂട്ടിൻ്റെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒത്തിരി റെസിസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിൽ ഓംസ് ലോ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മൾ ഈ ക്രിച്ചോസ് റൂള് അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇത് കറണ്ടിൻ്റെ റെസിസ്റ്റൻസിൻ്റെയും കൂടെ പ്രോഡക്റ്റ്, അതിൻ്റെ സം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ സിഗ്മ ആണ് സമ്മിനെ കാണിക്കുന്നത്. ദെൻ സിഗ്മ I ഇൻറ്റു R, I ഇൻറ്റു ആറിന് സം. ദെൻ റൈറ്റ് സൈഡിൽ നെറ്റ് EMF, അതെന്ന് പറഞ്ഞാൽ 2 സെല്ലുണ്ടെങ്കിൽ അതിൻ്റെ EMFൻ്റെ സം ഈക്വൽ ടു സിഗ്മ E. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ഇതിനെ സ്റ്റേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. സിഗ്മ IR നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ടീമിനെ കൊണ്ടുവരുന്നു, മൈനസ് സിഗ്മ E, ദെൻ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ EMFൻ്റെ ചേഞ്ച് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ക്രിച്ചോസ് സെക്കൻഡ് റൂൾ നമുക്ക് ഇങ്ങനെയും സ്റ്റേറ്റ് ചെയ്യാം. ദി ആൽജിബ്രിക് സം ഓഫ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ around any closed loop involving cell and resistor in the loop is 0. അതായത് സെല്ലും റെസിസ്റ്ററും ഒക്കെയുള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പിലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ബാക്കി റെസിസ്റ്ററുകൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലും സെല്ലിൻ്റെ പൊട്ടൻഷ്യലും തമ്മിൽ ഡിഫറൻസ് എടുത്താൽ 0 ആയിരിക്കും. കാരണം ഈ സർക്യൂട്ടിലേക്ക് ആവശ്യമായ പൊട്ടൻഷ്യൽ മുഴുവൻ ഈ സെല്ലുകൾ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലും സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഒരു സർക്യൂട്ടിൽ വർക്കിങ്ങിനായിട്ട് 5 വോൾട്ട് കൊടുക്കുന്നെങ്കിൽ ആ 5 വോൾട്ടും ഈ സെല്ലുകൾ തന്നെയായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 - 5 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അങ്ങനെ നമുക്കിതിനെ സ്റ്റേറ്റ് ചെയ്യാം.
നമുക്കിവിടെ കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് കിർച്ചോഫ് സെക്കൻഡ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ മെഷ് കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ആദ്യം നമ്മൾ ഈ സെല്ലിൽ നിന്നും ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യാം. ഐ ഈ ജംഗ്ഷനിൽ വന്നു. ഇവിടെ നമ്മൾ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. കുറച്ച് കറണ്ട് ഈ വയറിലൂടെ ഇങ്ങോട്ട് പോയി. എന്നാൽ ഞാൻ അതിനെ I1 എന്ന് എടുത്തു. ബാക്കി കറണ്ട് ഇവിടുന്ന് മുകളിലോട്ട് ഫ്ലോ ചെയ്തു. ദാറ്റ് ഈസ് I2. അപ്പോൾ I എന്ന് പറയുന്ന കറണ്ട് വന്നു, I1 I2 പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ I1 ഇങ്ങോട്ട് കൊടുത്താൽ ബാക്കി I - I2 എന്ന് ഇതിനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യും. കാരണം ഐയിൽ നിന്നും I1 പോയ ശേഷം ബാക്കി വരുന്ന കറണ്ട് അതാണ് I2. അപ്പോൾ ഈ കറണ്ട് I2 ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ വരും. അപ്പോഴത്തേക്ക് I1 ഇവിടെ വരും. ഇവർ രണ്ടും ഇവിടെ വീണ്ടും കമ്പൈൻ ചെയ്യും. വീണ്ടും I ആയി. I. അപ്പോൾ ഈ വയറിലൂടെ ഫ്ലോ എന്ന കറണ്ട് I1, ഇത് I2. എന്നിട്ട് വീണ്ടും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിനി ഇതിൻ്റെ ഓരോ പോർഷനും എടുത്ത് കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ. ആദ്യം ഞാൻ കൺസിഡർ ചെയ്യുന്ന മെഷ് ABEFA. ഈ ക്ലോസ്ഡ് മെഷിൽ നമ്മൾ ഈ കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. മെഷ് ABEFA. ABEFA. എയിൽ നിന്ന് തുടങ്ങി കറങ്ങി എയിൽ തന്നെ വന്നു. വളരെ സിമ്പിളായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതേ ഉള്ളൂ, കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുക, അത് EMFന് ഈക്വൽ ആക്കി എഴുതുക, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആക്കി എഴുതുക. ആ ലൂപ്പിൽ ദെൻ ഈ സർക്യൂട്ടിൽ R1 പോകുന്ന കറണ്ട് I ആണ്. അപ്പോൾ IR1 കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് പ്ലസ് ABEFA. ഇത്രയും പോർഷൻ മാത്രമേ നമ്മുടെ മനസ്സിൽ കാണാവൂ, ബാക്കിയൊന്നും കാണരുത്. ദെൻ I1 എന്ന് പറയുന്ന കറണ്ട് R2 പോകുന്നു. അപ്പോൾ നമ്മൾ എഴുതി I1 R2. അടുത്തത് ഇങ്ങനെ പോകുമ്പോൾ I1 R3 പോകുന്നു. അടുത്ത് എഴുതി പ്ലസ് I1 R3. ദെൻ പിന്നെ സെൽ, അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതാണ് കിർച്ചോഫ് സെക്കൻഡ് റൂളിൻ്റെ ആപ്ലിക്കേഷൻ ഈ ക്ലോസ്ഡ് മെഷിൽ. ഇനി നമുക്കൊരു മറ്റൊരു മെഷിൽ ഈ ലോ അപ്ലൈ ചെയ്യാം. ദെൻ മെഷ് ACDFA. മെഷ് ACDFA. അപ്പോൾ ഈ പോർഷൻ മാത്രമേ നമ്മുടെ മനസ്സിൽ കാണാവൂ, ബാക്കിയൊന്നും കാണരുത്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. R1 പോയ കറണ്ട് I. ദെൻ IR1 പ്ലസ് I2 എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്ന R4. ദെൻ I2 ഇൻറ്റു R4, പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്, പ്ലസ് I2 എന്ന് പറയുന്ന കറണ്ട് R5 ഫ്ലോ ചെയ്യുന്നു. ദെൻ I2 ഇൻറ്റു R5. പിന്നെ റെസിസ്റ്റേഴ്സ് ആരും ഈ എടുത്ത ലൂപ്പിലില്ല. ഇനി സെല്ല് V ഈസ് ഈക്വൽ ടു V. അപ്പോൾ ഇങ്ങനെ നമുക്ക് ACDFA എന്ന് പറയുന്ന ലൂപ്പിൽ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ കറണ്ടിൻ്റെ രണ്ട് ഇക്വേഷനുകളിലായി. ഇത് നമ്മൾ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മാത്സിൽ നിങ്ങൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സും വൈയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എക്സും വൈയും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ I1 I2 ഒക്കെ സോൾവ് ചെയ്തതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്തായി നമുക്കിത് അപ്ലൈ ചെയ്യേണ്ട മെഷ് BCDEB. മെഷ് BCDEB. BCDEB. ഈ മെഷിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കറണ്ടും റെസിസ്റ്റൻസൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക, എന്നിട്ട് ആ ലൂപ്പിലെ EMF എന്ന് എഴുതുക. ഇവിടെ നമുക്ക് ബിയിൽ നിന്നും തുടങ്ങാം. ബിയിൽ നിന്നും തുടങ്ങി I2 എന്ന് പറയുന്ന കറണ്ട് R4 പോകും. ദെൻ I2 ഇൻറ്റു R4 പ്ലസ് അടുത്തത് I2 എന്ന് പറയുന്ന കറണ്ട് R5 പോകുന്നു. ദെൻ I2 ഇൻറ്റു R5
ഇങ്ങനെയാണ് പോകേണ്ടത്. നമ്മളപ്പോൾ ഈ I2 പോയ ഡയറക്ഷനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റാണ് I1 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഡയറക്ഷനിലെ കറണ്ട് പോസിറ്റീവായിട്ട് എടുത്താൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന കറണ്ട് എല്ലാം നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് കേസിലും ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ അത് ആവശ്യമാണ്. അതായത് നമ്മൾ പോകുന്ന കറണ്ട് I2 എന്ന് പറയുന്ന കറണ്ടിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിന് ഓപ്പോസിറ്റാണ് I1 വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന കറണ്ടെല്ലാം നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് -I1 എന്ന് എടുക്കുക. -I1 R3യിലൂടെ. ഇനി നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. നമുക്കെതിരെയാണ് ഈ I1 വരുന്നത്. ദെൻ I1 R2യിലൂടെ. ദെൻ -I1 R2 ഈസ് ഈക്വൽ ടു സെല്ലിലെ അല്ലെങ്കിൽ ഈ ലൂപ്പിന്റെ EMF ആണ് നമ്മൾ ഇനി എഴുതേണ്ടത്. നിങ്ങൾ നോക്കിയറിയാം, ഈ ലൂപ്പിൽ സെല്ലൊന്നുമില്ല. സെല്ല് ഇവിടെ ആയിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ ലൂപ്പിൽ സെല്ലൊന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസിൽ പോയ കറണ്ട്, ഇങ്ങനെ ക്ലോക്കിലെ സൂചി ഓടുന്ന പോലെ ഈ ഒരു ഡയറക്ഷനിൽ പോയ കറണ്ടാണ് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്തത്. അതിന് ഓപ്പോസിറ്റ് വന്ന കറണ്ടൊക്കെ നമ്മൾ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ ലൂപ്പും നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കുക. ആ ലൂപ്പിൽ കറണ്ടും റെസിസ്റ്റൻസും നോക്കുക. കറണ്ടും റെസിസ്റ്റൻസും മൾട്ടിപ്ലൈ ചെയ്യുക. അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ആ ലൂപ്പിലെ EMFന് ഈക്വലായിട്ട് എഴുതുക. ഇനി നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല. പക്ഷേ കറണ്ടിന് ഒരു ഡയറക്ഷനിൽ പോകുന്ന കറണ്ട്, ക്ലോക്ക് വൈസിൽ പോകുന്ന കറണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ വരുന്ന കറണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. നമ്മൾ ഒരു ഡയറക്ഷനിൽ കറണ്ട് പോസിറ്റീവായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ, നമ്മൾ യാത്ര ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഒരു കറണ്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതാണ് കിർച്ചോസ് ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും. വളരെ പ്രധാനപ്പെട്ട രണ്ട് റൂൾസാണ് കിർച്ചോസ് ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും. നമുക്കിതിൻ്റെ ആപ്ലിക്കേഷനാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അതാണ് വീൻസ്റ്റോൺസ് ബ്രിഡ്ജ്. അടുത്ത ദിവസം നമുക്ക് വീൻസ്റ്റോൺസ് ബ്രിഡ്ജാണ് പഠിക്കാനുള്ളത്.